പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മോഷണം 13.5 പവൻ സ്വർണം മോഷണം പോയി. അതും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലോക്കറിൽ വെച്ച സ്വർണം കൂടിയാണ് ഈ പോയേക്കുന്നത്. എന്ന് വെച്ചാൽ മോഷണം പോയേക്കണം. ഒന്നാമത് ആ അമ്പലത്തിന്റെ ചുറ്റുപാട് നിങ്ങൾ ശ്രദ്ധിച്ചണമെന്ന് അറിയില്ല, ഫുൾ CCTV ക്യാമറ, അത്യാവശ്യം നല്ല ഹൈ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തിന്റെ അങ്ങോട്ടേക്ക് ആ സ്റ്റെപ്പിന്റെ അവിടെ പോലും നമ്മളെ പ്രവേശിപ്പിക്കില്ല. എന്തിന് ജസ്റ്റ് ഒന്ന് മൊബൈൽ എടുത്ത് വീഡിയോ എടുത്താൽ പോലും നമ്മളെ കൊണ്ട് എടുക്കരുത് നമ്മളടുത്ത് പറയുള്ളൂ. കാരണം എനിക്ക് അനുഭവമുണ്ട്. കാരണം എനിക്ക് ഇതേമാതിരി ഞാൻ വീട് എടുത്തപ്പോൾ പറ്റില്ല, വീട് എടുക്കാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ ദൂരത്ത് അപ്പുറത്തൊക്കെ പോന്നിട്ടാണ് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തത്. പക്ഷെ അത്യാവശ്യം സെക്യൂരിറ്റി സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഏരിയയില്, അതും ഇതുപോലത്തെ ഒരു സ്ഥലത്ത് മോഷണം പോയി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അത് ഇപ്പോഴും മനസ്സിലാവണല്ലോ. കാരണം അത്യാവശ്യം തിരക്കുള്ള ഏരിയയാണ്, ചുറ്റും CCTV ക്യാമറ ഉണ്ട്, കച്ചവടക്കാരും എല്ലാവരും ഉണ്ട്. അമ്പലത്തിന്റെ ചുറ്റും അമ്പലത്തിന്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വേറെ കുറെ പേരുണ്ട്. എന്നിട്ടും അമ്പലത്തിന്റെ ലോക്കറിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ സ്വർണം പോകുന്ന ഞാൻ ആലോചിക്കണം. എന്തായാലും മോഷ്ടിച്ചാൽ ഉറപ്പായിട്ടും അമ്പലത്തിന്റെ ബ്ലൂ പ്രിന്റ് വരെ സഹിതം അറിയാവുന്ന ഒരാളായിരിക്കും എന്തായാലും അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ചിട്ടാണ്. അല്ലാണ്ട് ഇങ്ങനെ ലോക്കറിന്റെ ഉള്ളിൽ അത്രയും ഡീപ്പിലേക്ക് ചെന്നിട്ട് കക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളം കപ്പലിൽ തന്നെ ഉണ്ടാവും. അത് അതിനെപ്പറ്റി A to Z അറിയാവുന്ന ഒരാളായിരിക്കും മോഷ്ടിച്ചിട്ടുണ്ടാവണേ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രാവശ്യം ഫോട്ടോ എടുക്കാൻ എന്നെ ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിച്ചില്ലായിരുന്നു. ജസ്റ്റ് അമ്പലത്തിന് മുമ്പിൽ ആ സ്റ്റെപ്പിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ആ സ്റ്റെപ്പിൽ കയറുന്ന വരെ എന്റെ അടുത്ത് പറഞ്ഞു. അത്രക്കും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു ഏരിയ. ആ ഏരിയന്റെ ഉള്ളിൽ ഒരു കള്ളം കയറി അത് ലോക്കറിന്ന് സ്വർണം അടിച്ചു മാറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതിലെന്തോ ഇല്ലേ.